എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 40, 41 എന്നീ 2 ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഗരുഡൻ്റെ പുറത്തേറി ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ പലതും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ സത്യഭാമയ്ക്ക്. ഇനി അങ്ങനെ പതുക്കെ കൈലാസത്തിൻ്റെ സമീപത്തെത്തി. അതാണ് ഇനി പറയാൻ പോണത്. നമുക്ക് ആദ്യം 40ാമത്തെ ശ്ലോകം നോക്കാം. ആലോക്യതാമിന്ദുമുഖി ത്വയാസൗ കൈലാസനാമാ കളധൗതശൈല ജഗത്കുടുംബീ ഭഗവാനിഹാസ്തേ സഹൈവ ദേവ്യാ സഹി ചന്ദ്രമൗലി. ആദ്യം പദച്ഛേദം പറയാം. ആലോക്യതാം ഇന്ദുമുഖി ത്വയാ അസൗ കൈലാസനാമാ കളധൗതശൈല ജഗത്കുടുംബീ ഭഗവാൻ ഇഹ ആസ്തേ സഹ ഏവ ദേവ്യാ സ ഹി ചന്ദ്രമൗലി. ഇവിടെ ശ്ലോകത്തിൽ സഹചന്ദ്രമൗലി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ ഹി ചന്ദ്രമൗലി എന്ന് പറഞ്ഞാലേ ആ അർത്ഥം നമുക്ക് വ്യക്തമാവുള്ളൂ. ഹി എന്നുള്ളതിന് ഹ എന്ന് എഴുതിയേക്കാണ്. സഹ എന്നല്ല. സഹ എന്നുള്ള വാക്ക് ആദ്യം വന്നു കഴിഞ്ഞു. അടുത്തത് സ ഹി ചന്ദ്രമൗലി, ആ ചന്ദ്രമൗലിയാകട്ടെ എന്നാണ് അർത്ഥം വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയാണ്, ഹേ ഇന്ദുമുഖി, അല്ലയോ ചന്ദ്ര സദൃശമായിട്ടുള്ള മുഖത്തോടു കൂടിയവളെ, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടു കൂടിയ സത്യഭാമേ, ത്വയാ അസൗ കൈലാസനാമ കളധൗതശൈല ആലോക്യതാം. ത്വയാ ഇവിടെ കർമ്മണി പ്രയോഗത്തിൽ പറയാണ്, നിന്നാൽ കൈലാസനാമ, കൈലാസമെന്ന് പേരുള്ളതായ കളധൗതശൈല. കളധൗതം എന്ന് പറഞ്ഞാൽ തനിയൊരു വെളുപ്പമല്ല തനി മഞ്ഞയുമല്ല, അതിൻ്റെ ഇടയിലുള്ളതായ ഒരു തിളക്കമുള്ളതായ ഒരു നിറം. അതായത് ഇവിടെ പറയുന്നത് രജതസ്യ കളധൗതം എന്ന് പറയുന്നുണ്ട്, സുവർണേ രജതേച്ച എന്നും പറയുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണ നിറവും വെള്ളി നിറവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗൗരവർണ്ണം ഉണ്ടല്ലോ, അതിനെ ആയിരിക്കാം പറയണത് തോന്നുന്നു. അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ നല്ല തിളക്കമുണ്ടാവും. ഈ കൈലാസത്തിനെ പല നിറങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ചിത്രങ്ങളിലൊക്കെ. മഞ്ഞ് വീണ് കിടക്കണത് കൊണ്ട് നല്ല വെളുപ്പായിട്ടും കാണും. ചില സമയത്ത് സൂര്യാസ്തമനം സൂര്യോദയം സമയങ്ങളിലൊക്കെ മഞ്ഞ നിറത്തിൽ സ്വർണ്ണ നിറത്തിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ഒരു തിളക്കമുള്ള നിറമാവണം കളധൗതം എന്ന് വിചാരിക്കുന്നു. അല്ല ഇനി തനി വെളുപ്പാണ് വെള്ളി നിറമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മഞ്ഞ് നിറയെ മൂടിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കളധൗതം എന്നുള്ളതിന് നല്ല തൂവെള്ള നിറം എന്നും വ്യാഖ്യാതാക്കൾ 2 അർത്ഥവും പറഞ്ഞു കാണാനുണ്ട്. അങ്ങനെയുള്ളതായ ആ പർവ്വത ശിഖരത്തിനെ അല്ലെങ്കിൽ പർവ്വതശ്രേഷ്ഠനെ ആലോക്യതാം, കണ്ടാലും കാണപ്പെട്ടാലും, ത്വയാ ആലോക്യതാം, അങ്ങ് അല്ലെങ്കിൽ നീ നിന്നാൽ കാണപ്പെട്ടാലും, സത്യഭാമേ നീ ആ കൈലാസപർവ്വതത്തിനെ ഒന്ന് നോക്കൂ എന്നേ നമ്മൾ മലയാള ഭാഷയിൽ പറയാറുള്ളൂ. ആ പർവ്വതത്തിന് എന്താണ് പ്രത്യേകതയുള്ളത്? സഹി ജഗത് കുടുംബി ഭഗവാൻ ചന്ദ്രമൗലി. സഹി ജഗത് കുടുംബി, അത് ഭഗവാന്റെ വിശേഷണമാണ്. ആ ഭഗവാൻ ഉണ്ടല്ലോ ജഗത്ത് മുഴുവനും കുടുംബമായിട്ടുള്ളവൻ. ജഗത് കുടുംബി, കുടുംബമസ്യാസ്ഥിതി കുടുംബി, ജഗദേവ കുടുംബം, ജഗത്ത് തന്നെയാണ് കുടുംബമായിട്ടുള്ളത്. ലോകം മുഴുവനും ഭഗവാന്റെ കുടുംബമാണ്. അങ്ങനെയുള്ള ജഗത് ഗുരു എന്നൊക്കെ പറയണത് പോലെ തന്നെ ജഗത്ത് ഗുരുവായിട്ടുള്ളവൻ എന്നും ജഗത്തിൻ്റെ മുഴുവനും ഗുരുവായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാം. ഇവിടെ ജഗത് കുടുംബി, ജഗത്ത് മുഴുവനും കുടുംബമായിട്ട് വരുന്ന ആ ഭഗവാൻ ചന്ദ്രമൗലി ഉണ്ടല്ലോ, സഹി ജഗത് കുടുംബി ഭഗവാൻ ചന്ദ്രമൗലി ദേവ്യാസഹ, ദേവിയോട് കൂടിയിട്ട്, ശ്രീപാർവതി ദേവിയോട് കൂടിയിട്ട്, ഇഹ ഏവ ആസ്തേ, ഈ പർവ്വതത്തിലാണല്ലോ വസിക്കുന്നത്. നിനക്കറിയാലോ ഈ കൈലാസപർവ്വതം എന്ന് പറയുന്നത് ഭഗവത് സാന്നിധ്യം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും മഹത്തരമായിട്ടുള്ളതുമായ ഒരു പർവ്വതമാണ്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ അടുത്തു കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗരുഡൻ കൈലാസപർവ്വതം ഭഗവതി ഒന്ന് കണ്ടോട്ടെ, സത്യഭാമാദേവി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്തുകൂടെ അതിൻ്റെ സമീപത്തു കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ദൂരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ പറയാണ്, ശ്രീകൃഷ്ണൻ പറയാണ്, ഈ പർവ്വതത്തിലാണ് ശ്രീപാർവതിയും ശ്രീപരമേശ്വരനും സുഖമായിട്ട് വസിക്കുന്നത്. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള കൈലാസം എന്നു പേരുള്ള പർവ്വതത്തിനെ ഒന്ന് നല്ലവണ്ണം നോക്കിക്കാണൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 41ാമത്തെ ശ്ലോകം നോക്കൂ.
പുരാദശഗ്രീവഭുജാർഗളാഭിരസ്മിന്നുദസ്തേ ചലിതാ ഭവാനി മാനേതി മാത്രേപി ചകാരധന്യം പതിം പശൂനാം പരിരംഭണേന. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. വളരെ രസകരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. അതിലൊരു ആദ്യം പറഞ്ഞതുപോലെ ഓരോ ശ്ലോകങ്ങളിലും ഓരോ കഥകൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉണ്ടൊരു കഥ പറയാൻ. ഒരു പഴങ്കഥ, മുൻപ് കേട്ട് പരിചയമുള്ളതായിട്ടുള്ളൊരു കഥ ഇവിടെ സുകുമാരകവി സൂചിപ്പിക്കുകയാണ്. പുരാ ദശഗ്രീവഭുജാർഗളാഭി അസ്മിൻ ഉദസ്തേ ചലിതാ ഭവാനി മാനേ അതിമാത്രേ അപി ചകാര ധന്യം പതിം പശൂനാം പരിരംഭണേന. പണ്ടൊരിക്കൽ ഈ പർവ്വതത്തിനെ ദശഗ്രീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കഴുത്തുള്ളവൻ, ദശകന്ധരൻ, രാവണൻ ഒന്ന് കയറി ആക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പർവ്വതത്തിനെ ഒന്ന് എടുത്ത് അമ്മാനാടിയിട്ടുണ്ട്. ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുരാ, പണ്ട് എന്ന് പറയുമ്പോൾ ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണനും സത്യഭാമയൊക്കെ ഉള്ളത്. അതിനു മുമ്പ് എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിലാണ് ശ്രീരാമനും രാവണനും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ദശഗ്രീവകര അർഗളാഭി ഉദസ്തേ അസ്മിൻ, ദശഗ്രീവൻ്റെ കരങ്ങളാകുന്ന അർഗളങ്ങളെ കൊണ്ട്, ദശഗ്രീവൻ രാവണൻ്റെ കയ്യുകളാകുന്ന അർഗളങ്ങൾ എന്ന് പറഞ്ഞാൽ ചങ്ങല എന്നും സാക്ഷ എന്നും ഒക്കെ അർത്ഥമുണ്ട്. സാക്ഷ എന്നാണ് ശരിക്കും അർത്ഥം. അതായത് വാതിലുകൾക്ക് പൂട്ടുപോലെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് സാക്ഷ. 2 വാതിലുകൾ, 2 പാളികളുള്ള വാതിലുകൾക്ക് ഇടത്തുപാളിയിൽ നിന്ന് വലത്തേക്കും വലത്തുപാളിയിൽ നിന്ന് ഇടത്തേക്കും ഇടുന്നതായിട്ടുള്ള മരക്കഷ്ണങ്ങൾക്കാണ് സാക്ഷ എന്ന് പറഞ്ഞിരുന്നത്. അത്രയ്ക്കും ബലിഷ്ഠമായിട്ടുള്ള രാവണൻ്റെ കൈകൾ, ആ കൈകളെ കൊണ്ടൊന്ന് ഞെരിഞ്ഞമർന്നതാണ് ഈ കൈലാസപർവ്വതം. അതാണ് ദശഗ്രീവകര അർഗളാഭി. 1ഉം 2ഉം സാധാരണ മനുഷ്യർക്കൊക്കെ 2 കൈയല്ലേ ഉള്ളൂ. ഇവിടെ രാവണൻ്റെ വിഷയത്തിൽ 20 കൈയാണുള്ളത്. ആ 20 കൈ കൊണ്ടും അമർത്തി കെട്ടി വരിഞ്ഞിട്ട് രാവണൻ ഈ പർവ്വതത്തെ ഒന്ന് പൊക്കാൻ നോക്കി. അതാണ് ഉദസ്തേ അസ്മിൻ. ഈ പർവ്വതം കെട്ടിവരിഞ്ഞ്, ഈ കൈ കൊണ്ടൊന്ന് കെട്ടിവരിഞ്ഞ് പൊക്കിയപ്പോൾ, ചെറുതായിട്ടൊന്ന് പൊങ്ങി. ഉദസ്തേ അസ്മിൻ, ഇതൊന്ന് പൊങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്? ഭവാനി ചലിത, ഭവാനി ഒന്ന് ഇളകിപ്പോയി. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ എന്നാണെങ്കിൽ, കുറച്ച് നേരമായിട്ട് സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നു ശ്രീപാർവതി ദേവി. ശ്രീപരമേശ്വരനുമായിട്ട് എന്തോ പറഞ്ഞൊന്ന് പിണങ്ങി. അങ്ങനെ പിണങ്ങി മാറിയിരിക്കണ നേരത്താണ് ഈ രാവണൻ വന്നിട്ട് തൻ്റെ കൈകൾ കൊണ്ട് കെട്ടിവരിഞ്ഞ് ഈ പർവ്വതത്തിനെ ഒന്ന് പൊക്കാൻ നോക്കിയത്. ഒന്ന് പൊങ്ങിയെന്ന് കണ്ടപ്പോഴേക്കും പർവ്വതം നല്ലവണ്ണം ഒന്ന് ഇളകി. അതോടുകൂടിയിട്ട് ശ്രീപാർവതിക്ക് വളരെയധികം പേടിയായി. അതാണ് ഇവിടെ പറയണത്, ഭവാനി ചലിത, ഇളകിയ, അതായത് നിന്നിടത്ത് നിന്ന് തന്നെ വീഴാൻ പോയി. പർവ്വതത്തിൻ്റെ ഇളക്കം കാരണം ശ്രീപാർവതി ദേവിക്ക് ഒരു ചലനമുണ്ടായി, വീഴാൻ പുറപ്പെട്ടു. ആ സമയത്ത് ദേവി ഏതവസ്ഥയിലായിരുന്നു? അതാണ് അതിമാത്രേ മാനേ അഭി, അതികഠിനമായിട്ടുള്ള മാനം എന്ന് പറഞ്ഞാൽ സൗന്ദര്യപ്പിണക്കാണ്. സൗന്ദര്യപ്പിണക്കത്തിൽ ഇനി മിണ്ടുന്നില്ല, തൻ്റെ ഭർത്താവിനോട് ഇനി താൻ മിണ്ടണ പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ച് കഠിനമായ മൗനവ്രതത്തിൽ ഇരിക്കുകയായിരുന്നു ദേവി. അതാണ് അതിമാത്രേ അഭിമാനേ. അങ്ങനെയൊക്കെ ആണെങ്കിലും അഭി പരിരംഭണേന പശൂനാം പതിം ധന്യം ചകാര. പെട്ടെന്ന് ഈ പ്രകൃതി അങ്ങോട്ട് മാറിയപ്പോൾ, പർവ്വതത്തിനൊരു ഇളക്കമൊക്കെ തട്ടിയപ്പോൾ ഈ ദേഷ്യമൊക്കെ മറന്നുകൊണ്ട് ശ്രീപാർവതി ഓടിച്ചെന്ന് ഭഗവാനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അതാണ് പരിരംഭണേന, തൻ്റെ ആലിംഗനം കൊണ്ട് പശൂനാം പതിം, പശുപതി എന്ന് പറഞ്ഞാൽ ശ്രീപരമേശ്വരനാണ്, ശ്രീപരമേശ്വരനെ ധന്യനാക്കി തീർത്തു. എങ്ങനെ ഈ സൗന്ദര്യപ്പിണക്കം മാറ്റണമെന്നറിയാതെ ഇരിക്കുന്ന സമയമായിരുന്നു ശ്രീപരമേശ്വരൻ. എന്ത് ചെയ്താലാണ് ഇനി ദേവി പ്രസാദിക്കുക, എന്ത് പറഞ്ഞിട്ടാണ് തന്നോട് ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ കയ്യൂക്ക് ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് രാവണൻ അവിടെ വന്നതും ഈ പർവ്വതം കെട്ടിവരിഞ്ഞ് പൊക്കാൻ നോക്കിയതും. ആ സമയത്ത് പർവ്വതം ഒന്ന് ഇളകിയപ്പോൾ തൻ്റെ എല്ലാ ദേഷ്യങ്ങളും മറന്നുപോയിട്ട് ശ്രീപാർവതി ദേവി ഭഗവാനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അതോടുകൂടി എല്ലാ ദേഷ്യങ്ങളും മാറി, ആ സൗന്ദര്യപ്പിണക്കമൊക്കെ അവിടെ തീർന്നു എന്നാണ് കഥ. ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ രാവണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും രാവണന് ചന്ദ്രഹാസം എന്നു പേരുള്ള വാള് കൊടുക്കുകയും ഉണ്ടായി എന്നും കഥകളിൽ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വിഖ്യാതമായിട്ടുള്ള പർവ്വതമാണ് ഈ കൈലാസപർവ്വതം. സത്യഭാമയെ ഒന്ന് നല്ലോണം കാര്യമായിട്ട് നോക്കൂ എന്നാണ് ഭഗവാൻ പറയണത്.
ഇതൊക്കെ കാളിദാസനോട് വളരെ കടപ്പെട്ട ഭാഗങ്ങളാണ്. അതായത് കാളിദാസനും കൈലാസപർവ്വതത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ഗത്വാ ചോർധ്വം ദശമുഖഭുജോച്ഛ്വാസിത പ്രസ്ഥസന്ധേ കൈലാസസ്യ ത്രിദശ വനിതാ ദർപ്പണസ്യാതിഥിസ്യാഃ ശൃംഗോച്ഛ്രായൈഃ കുമുദവിശദൈർയോ വിദത്യസ്ഥിതഖം രാശീഭൂതഃ പ്രതിദിനമിവ ത്രയംബകസ്യാട്ടഹാസ എന്ന് വളരെ ഭംഗിയായിട്ട് കൈലാസത്തിനെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഹേ മേഘമേ, നീ മുകളിലേക്ക് കയറി കയറി അവസാനം ആ കൈലാസത്തിൻ്റെ അതിഥിയായി തീരൂ എന്ന് പറയുമ്പോൾ കൈലാസത്തിനെ പറ്റി വർണ്ണിക്കാൻ ഒരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. ദശമുഖ ഭുജോച്ഛ്വാസിത പ്രസ്ഥ സന്ധേഹേ. ദശമുഖൻ, ദശഗ്രീവൻ, ദശകന്ധരൻ എന്നൊക്കെ പറയുന്നത് ഒരാൾ തന്നെ, രാവണൻ്റെ കൈകളുടെ ഞെരിച്ചിലുകൾ അമർന്ന് കൈയിൻ്റെ ഞെരിച്ചിലുകൾ വന്ന പാടുകളോട് കൂടിയ, അതാണ് ഭുജോച്ഛ്വാസിത പ്രസ്ഥസന്ധി. നമ്മൾ ഒരു മൺകട്ട എടുത്തിട്ട് അമർത്തി കൈകൊണ്ട് പിടിച്ചാൽ നമ്മുടെ കൈവിരൽ പാടുകൾ അതിൽ പതിയണത് പോലെയാണ് ഈ രാവണൻ്റെ കൈകളുടെ കെട്ടിവരിഞ്ഞ പാടുകൾ ആ പർവ്വതത്തിലുള്ളതത്രേ. ഇപ്പോൾ നോക്കിയാലും എന്തൊക്കെയോ കൊത്തുപണികൾ എടുത്ത പോലെ ഒരു പാട് കൈലാസത്തിനെ നോക്കുമ്പോൾ തോന്നാറുണ്ട്. ആ പാടുകളെ ആയിരിക്കണം കവികൾ ഇങ്ങനെയൊക്കെ ഭാവനയിൽ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ആ കൈലാസപർവ്വതത്തിൻ്റെ അതിഥിയായിട്ട് നിൽക്കണം. ആ പർവ്വതം ത്രിദശ വനിതകളുടെ, അപ്സരസുകളുടെയൊക്കെ ഒരു കണ്ണാടിയായിട്ടാണ്. മഞ്ഞു മൂടി നിൽക്കുകയാണ്. എപ്പോഴും മഞ്ഞൻ കട്ടകൾ അവിടെ ഉള്ളത് കൊണ്ട് ദേവസുന്ദരിമാർക്കൊക്കെ ഒരു കണ്ണാടി പോലെയാണ്, മുഖം നോക്കാവുന്ന ഒരു കണ്ണാടി പോലെയായിട്ടാണ് ഈ പർവ്വതം അവിടെ വർത്തിക്കുന്നത്. മാത്രമല്ല ഭഗവാന്റെ ഓരോ ദിവസത്തെയും അട്ടഹാസം ഇങ്ങനെ കുമിഞ്ഞുകൂടിയിട്ടാണോ ഇതിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീപരമേശ്വരൻ തൻ്റെ താണ്ഡവത്തിനോട് കൂടെ തന്നെ ഉറക്കെ അട്ടഹസിക്കാറുണ്ട്. ആ അട്ടഹാസങ്ങൾക്കൊക്കെ വെളുത്ത നിറമാണുള്ളത് എന്ന് കവികൾ പറയും. ആ വെള്ള നിറം വന്ന് കൂടിയിട്ട് ഇതിങ്ങനെ പിന്നെയും ഉയരം വയ്ക്കുന്നുണ്ടോ എന്ന് കാളിദാസനൊരു സംശയം കൂടിയും ഉത്പ്രേക്ഷ കൂടി ഈ ഒരു ശ്ലോകത്തിൽ ചേർത്തുകൊണ്ടാണ് മേഘസന്ദേശത്തിൽ കൈലാസപർവ്വതത്തിനെ വർണ്ണിക്കുന്നത്. ഇവിടെ അതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം, മറ്റൊരു രീതിയിലുള്ള വർണ്ണനയാണ്. ഭഗവാന്റെയും ഭഗവതിയുടെയും മാനം അഥവാ ഈ സൗന്ദര്യപ്പിണക്കം തീർക്കാൻ കാരണമായി തീർന്നു ഈ രാവണൻ്റെ അമ്മാനമാട്ടം, കൈലാസം എടുത്തിട്ടുള്ള അമ്മാനമാട്ടം. അത് അങ്ങനെയൊക്കെ വിശിഷ്ടമായിട്ടുള്ള ഈ പർവ്വതത്തിനെ നോക്കിക്കാണൂ സത്യഭാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ തീർക്കുകയാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് കൈലാസവുമായി ബന്ധപ്പെട്ട 2 ശ്ലോകങ്ങൾ നമുക്ക് ഇപ്പോൾ ചൊല്ലാം. ആലോക്യതാമിന്ദുമുഖി ത്വയാസൗ കൈലാസനാമാ കളധൗതശൈല ജഗത്കുടുംബീ ഭഗവാനിഹാസ്തേ സഹൈവ ദേവ്യാ സഹി ചന്ദ്രമൗലി പുരാദശഗ്രീവഭുജാർഗളാഭി അസ്മിന്നുദസ്തേ ചലിതാ ഭവാനി മാനേതി മാത്രേപി ചകാരധന്യം പതിം പശൂനാം പരിരംഭണേന. കഴിഞ്ഞ ശ്ലോകത്തിൽ ചന്ദ്രമൗലി എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞില്ല തോന്നുന്നു. ശ്രീപരമേശ്വരൻ്റെ വിശേഷണങ്ങളിൽ ഒന്നാണ് ചന്ദ്രമൗലി. ചന്ദ്ര മൗലൗ യസ്യ സഹ ചന്ദ്രമൗലി. ചന്ദ്രനെ ശിരസിൽ അലങ്കാരമായിട്ട് ധരിച്ചിട്ടുള്ളവൻ ശ്രീപരമേശ്വരൻ. ആ ശ്രീപരമേശ്വരൻ ഭഗവതിയോട് കൂടിയിട്ട് ഈ ഒരു പർവ്വതത്തിലാണല്ലോ വസിക്കുന്നത്. ഇതൊക്കെ ആദ്യം പറഞ്ഞതാണ്. അങ്ങനെയുള്ള പർവ്വതത്തിനെ ഒന്ന് വന്ദിച്ചോളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.